ഹായ് ഓൾ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് കോവയ്ക്ക തോരൻ. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതൊരു 400 ഗ്രാം കോവയ്ക്കയുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട തേങ്ങാപ്പീരയുടെ അരപ്പ് കാണിച്ചു തരാം. 1 കപ്പ് തേങ്ങാപ്പീര. ഇത് ഫ്രീസറിൽ ഇരുന്ന തേങ്ങയായിരുന്നു, അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു 3 പച്ചമുളക്, പിന്നെ 1 കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് കറിവേപ്പില. ഇത് നമുക്ക് അരച്ചെടുത്തുകൊണ്ട് വരാം. അരച്ചിട്ട് നമുക്കിത് കോവയ്ക്കയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിത് അരച്ചത് ഇനി നമുക്ക് കോവയ്ക്കയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കോവയ്ക്കയിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതെല്ലാം കൂടെ ഇതിങ്ങനെ ഒന്ന് പുരട്ടി കൊടുക്കണം കോവയ്ക്കയിലേക്ക്. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർക്കണം. നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇടാം. ഉപ്പും ചേർക്കുക. പിന്നെ നമുക്ക് ആ മിക്സി കഴുകിയ കുറച്ച് വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക, ഉപ്പ് എല്ലായിടത്തും പിടിക്കുന്ന രീതിയിൽ. ഇനി നമുക്ക് ചെയ്യേണ്ട പാത്രത്തിലേക്ക് ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു പിടി ചെറിയുള്ളിയും കൂടെ ഒന്ന് ചോപ്പറിലിട്ട് അടിച്ചെടുക്കാം. അതും കൂടി ഇതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ചെറിയുള്ളി ഇടാം. ചെറിയുള്ളിയും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഗ്യാസ് കത്തിച്ചിട്ട് നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാവേ. അപ്പം ഇതിൽ ഞാനിപ്പോൾ എണ്ണയൊന്നും ചേർക്കുന്നില്ല, പക്ഷേ ഞാൻ ഇച്ചിരി വെള്ളം ചേർത്തിട്ടുണ്ട്. സാധാരണ കോവയ്ക്ക തോരനും മെഴുക്കുവരട്ടിയും വെക്കുമ്പോൾ ആരും വെള്ളമൊന്നും ചേർക്കത്തില്ല, കുറച്ച്. കാരണം ഓൾറെഡി കോവയ്ക്കയിൽ വെള്ളത്തിൻ്റെ അംശമുള്ളതുകൊണ്ട് വെള്ളം ഇറങ്ങും, അതുകൊണ്ട് വെള്ളം ചേർക്കാത്തത്. പക്ഷേ ഇതിൽ ഞാൻ വെള്ളം ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാനിതിൽ ഓയിൽ ചേർക്കുന്നില്ലല്ലോ, അതുകൊണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ വെള്ളം ചേർത്തത്. അപ്പോൾ അത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് നമുക്ക് വേവിക്കാൻ വെക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാതെ കുറച്ച് നേരം കൂടെ അടച്ച് വയ്ക്കാൻ പറ്റും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ഒന്ന് ഒരു 5 മിനിറ്റ് ഇടവിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പിൻ്റെ വല്ല കുറവുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ചും കൂടെ ഉപ്പ് വേണമായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇടുന്നത്. അപ്പം നമ്മുടെ കോവയ്ക്ക തോരൻ റെഡിയായി കഴിഞ്ഞു. നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണയുടെ ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ ഇടാം, പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള കോവയ്ക്ക തോരനാണ്, ഹെൽത്തിയുമാണ്. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. അപ്പോൾ വീണ്ടും നമുക്ക് പുതിയ റെസിപ്പി ആയിട്ട് കാണാം. ബൈ ബൈ, സീ യു.